ഹായ്, ഉറങ്ങാൻ സമയമായോ? കണ്ണുകളൊക്കെ അടച്ചു കിടന്നോളൂ. ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞുതരാം കേട്ടോ. ഇത് മാനു എന്നൊരു കുട്ടിയുടെയും അവന്റെ സ്വന്തം മായാമരത്തിന്റെയും കഥയാണ്. അപ്പോ നമ്മുടെ കഥയിലെ കൂട്ടുകാരൻ ആരാണെന്നറിയാമോ? മാനു എന്നൊരു നല്ല മോനാണ്. അങ്ങനെ ഒരു ഭംഗിയുള്ള ഗ്രാമത്തിൽ മാനു എന്നു പേരുള്ള ഒരു കുട്ടി താമസിച്ചിരുന്നു. എന്ത് സന്തോഷത്തിലാണെന്നോ അവൻ ജീവിച്ചിരുന്നത്. അവിടെ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനെ കാണുമ്പോഴേ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കും, മാനു മോനേ എന്ന്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മാനു കളിച്ചോണ്ടിരുന്നപ്പോ അവന് നിലത്ത് നിന്നൊരു കുഞ്ഞീ സാധനം കിട്ടി. അതൊരു വലിയ അത്ഭുതത്തിന്റെ തുടക്കമായിരുന്നു കേട്ടോ. അവന്റെ വീടിന്റെ മുറ്റത്തില്ലേ, അവിടെ മണ്ണിലിരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോഴാണത് കണ്ടത്. എന്താണെന്നറിയാമോ? അവന്റെ കുഞ്ഞു കൈയിൽ ഒതുങ്ങുന്ന ഒരു വിത്ത്. അതെ, ഒരു കുഞ്ഞു വിത്ത്. അപ്പ തന്നെ ആ വിത്തും കൊണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മ അത് കണ്ടിട്ട് അവനോടൊരു രഹസ്യം പറഞ്ഞു. മോനെ, ഇത് മണ്ണിൽ നട്ടുനോക്ക്. എന്നിട്ട് എല്ലാ ദിവസവും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു വലിയ ചെടിയായി വളരുംന്ന്. അമ്മ പറഞ്ഞത് കേട്ട് മാനു അതുപോലെ തന്നെ ചെയ്തു. എന്നിട്ടെന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു വലിയ അത്ഭുതം. ആ കുഞ്ഞു വിത്ത് വളർന്ന് വളർന്ന് ഒരു മായാമരമായി മാറി. അമ്മ പറഞ്ഞത് കേട്ടപ്പോ മാനുവിന് ഭയങ്കര സന്തോഷായി. അവൻ നല്ല ആവേശത്തോടെ ആ വിത്ത് മണ്ണിൽ നട്ടു. പിന്നെ എല്ലാ ദിവസവും മറക്കാതെ ഒരുപാട് സ്നേഹത്തോടെ അതിന് വെള്ളമൊഴിച്ചു കൊടുത്തു. അധികം താമസിച്ചില്ല, എന്തോ മന്ത്രം ചൊല്ലിയ പോലെ ആ ചെടി വളരാൻ തുടങ്ങി. വളർന്ന് വളർന്ന് അതൊരു വലിയ മായാമരമായി. പക്ഷേ അതൊരു സാധാരണ മരമായിരുന്നില്ല കേട്ടോ. ആ മരത്തിന്റെ ഇലകളുണ്ടല്ലോ, അത് സ്വർണം കൊണ്ടായിരുന്നു. പിന്നെ അതിലെ പൂക്കളോ വെള്ളി കൊണ്ടും. അതുമാത്രമല്ല, ആ മരത്തിൽ നിറയെ പല നിറത്തിലുള്ള പഴങ്ങളുണ്ടായിരുന്നു. അതിലൊരു പ്രത്യേകതയുണ്ട്. ആ പഴം കഴിച്ചാൽ നമുക്ക് നല്ല മധുരമുള്ള സ്വപ്നങ്ങൾ കാണാൻ പറ്റും. അങ്ങനെയൊരു രാത്രിയിൽ മാനു വിചാരിച്ചു, ഈ പഴം ഒരെണ്ണം കഴിച്ചു നോക്കിയാലോ എന്ന്. അവൻ അതെടുത്ത് കഴിച്ചതും ഒരു സ്വപ്നയാത്ര തുടങ്ങി. ആ മരത്തില് ഒരുപാട് പഴങ്ങളുണ്ടായിരുന്നില്ലേ? അതിൽന്ന് നല്ല ഭംഗിയുള്ള ഒരു നീലപ്പഴം അവൻ തെരഞ്ഞെടുത്തു. ആകാശത്തിന്റെ അതേ നിറം. എന്നിട്ട് പതുക്കെ അതിൽ നിന്നൊരു കഷ്ണം കഴിച്ചു. അപ്പ തന്നെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ പഴം കഴിച്ചതും മാനു നല്ല മധുരമുള്ളൊരു സ്വപ്നത്തിലേക്ക് മെല്ലെ മെല്ലെ ഒഴുകിപ്പോയി. എന്തൊരു രസമുള്ള സ്വപ്നമായിരുന്നെന്നോ! അവൻ ആകാശത്തുകൂടെ ഒരു പക്ഷിയെപ്പോലെ പറന്നു. അമ്പിളിയമ്മാവന്റെയും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെയും കൂടെ കളിച്ചു. ആ സ്വപ്നത്തില് അമ്പിളിയമ്മാവൻ മാനുവിനോട് പതുക്കെ പറഞ്ഞു, മാനുവേ, നീ ഒരുപാട് സ്നേഹം കൊടുത്താണ് ഈ മരത്തെ വളർത്തിയത്. അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും കാത്തു സൂക്ഷിക്കും കേട്ടോ. ആ നല്ല സ്വപ്നം കണ്ടുണർന്നപ്പോഴുണ്ടല്ലോ, മാനുവും ആ മരവും തമ്മിൽ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അന്നു മുതൽ അവരെപ്പോഴും ഒന്നിച്ചായി, നല്ല കൂട്ടുകാരായി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോ മാനുവിന്റെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. അവൻ നേരെ ഓടിച്ചെന്ന് തന്റെ മായാമരത്തെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടതിന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, നീയാണെന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്. അന്നു മുതൽ മാനുവും മായാമരവും പിരിയാത്ത കൂട്ടുകാരായി. അവർ ഒരുമിച്ച് ചിരിക്കും, കളിക്കും. പിന്നെ എല്ലാ രാത്രിയിലും ഒരുമിച്ച് നല്ല മധുരമുള്ള സ്വപ്നങ്ങളിലേക്ക് ഒരു യാത്ര പോകും. അപ്പോ നമ്മുടെ കഥ ഇവിടെ തീർന്നു. ഇനി ഉറങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം ആലോചിച്ചു നോക്കാമോ? നിങ്ങളുടെ മായാമരം ഏതാണ്? അത് മെല്ലെ ആലോചിച്ചോണ്ട് ഉറങ്ങിക്കോളൂ. നല്ല സ്വപ്നങ്ങൾ കാണണേ. ശുഭരാത്രി.